I am pretty certain that no Indian Prime Minister would do this under natural circumstances. ഒരു പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്ന ഈ രാജ്യം ഭരിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയും ചെയ്യാൻ ധൈര്യപ്പെടാത്ത കാര്യമാണ് ഇതിലൂടെ പ്രധാനമന്ത്രി. I am confident that Narendra Modi would not sell the Indian farmer Indian data under normal circumstances. വളരെ പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ ഇതിലൂടെ ഉരുത്തിരിയുന്നു മാത്രമല്ല, ഇതിലൂടെ രാജ്യത്തെ കർഷക സംവിധാനത്തെ, രാജ്യത്തെ വിവരശേഖരത്തെ പ്രധാനമന്ത്രി വിൽക്കുകയാണ് ചെയ്തത് എന്നിവിടെ ഉന്നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. The only reason the Prime Minister has done this deal is because the Prime Minister of India has been compromised. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ വളരെ വലിയ വിട്ടുവീഴ്ചകൾക്ക് പ്രധാനമന്ത്രി വിധേയനാകേണ്ടി വന്നു എന്നുള്ളതാണ്. There are 3.5 million Epstein files that have still not been revealed. എത്രയോ എപ്സ്റ്റീൻ ഫയലുകൾ, അസംഖ്യം ഫയലുകൾ അനാവരണം ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. And the Prime Minister of India is terrified that the United States will release those files. ഈ ഫയലുകളെല്ലാം തന്നെ ഉടൻ തന്നെ വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് ഇതിനകം പ്രഖ്യാപിക്കപ്പെട്ട് കഴിയുകയും. Anil Ambani, a close confidant of the Prime Minister's name, is in those files. ആ ഫയലുകളിൽ പ്രധാനമന്ത്രിയുടെ പേരുണ്ട് എന്നുള്ളതും ഇവിടെ ഇതിനകം വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. Hardeep Puri's name is in those files. Hardeep പുരിയാണ് ഈ പേര് ആ ഫയലുകളിൽ തീർച്ചയായും ഉണ്ടെന്ന് വ്യക്തമാക്കിയത്. And we are confident that there are many other names in these files. പല പേരുകളും ഇനിയും ഈ ഫയലുകളിൽ ഉണ്ടാകും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. On the other side, the United States has a criminal case on Mr. Adani. അതുപോലെ തന്നെ അദാനിയെ പോലുള്ളവരുടെ പേരുകളും അമേരിക്കയുടെ മറ്റ് രേഖകളിൽ തീർച്ചയായും കാണാൻ സാധിക്കുന്നു. And Prime Minister Modi is terrified that the finances of the BJP and his finances will be revealed to the people of India. ഈ പേരുകളെല്ലാം തന്നെ ഇന്ത്യയിലെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും, അത് വ്യക്തമാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. And that is why the Prime Minister panicked and signed the US-India deal. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പരിഭ്രമിച്ച് അമേരിക്കയുമായുള്ള കരാറിൽ ഒപ്പിടാൻ പ്രധാനമന്ത്രി നിർബന്ധിതനായി തീർന്നത്. If you go on YouTube and you search, you will find that President Trump is openly threatening the Prime Minister of India. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി ഭീഷണിപ്പെടുത്തുന്ന വിദേശ ശക്തികളെ കുറിച്ച് ഈ കാര്യത്തിൽ ഫയലുകളിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ. He openly says that he can destroy the career of Mr. Modi. മോദിയുടെ കരിയർ തന്നെ തകർക്കുമെന്ന രീതിയിലുള്ള വലിയ വിശദീകരണങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. So Mr. Modi is controlled by President Trump. പ്രസിഡന്റ് ട്രംപ് എല്ലാ അർത്ഥത്തിലും നമ്മുടെ പ്രധാനമന്ത്രിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിന്റെ എല്ലാം രത്നച്ചുരുക്കം. And the exact same way that Mr. Trump controls Mr. Modi controls the Chief Minister of Kerala. The same way Trump controls Mr. Modi controls the Chief Minister of Kerala. എങ്ങനെയാണോ ഈ ട്രംപ് മോദിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, അതേ പ്രകാരമാണ് പ്രധാനമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും. Everybody knows this. ഇതിന്റെ കാരണം എന്തെന്ന് ഞാൻ നിങ്ങളോട് പറയാം. In fact, if you seriously go and ask workers of the CPM this question, they will admit that what I am saying is correct. കേരളത്തിലെ പാർട്ടി പ്രവർത്തകരോട്, കേരളത്തിലെ തൊഴിലാളികളോട്, അവരുടെ പ്രശ്നങ്ങളോട് ഈ ഗവൺമെന്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമീപനം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ ഈ കാര്യം നമുക്ക് വ്യക്തമായിട്ട് ഗ്രഹിക്കാൻ കഴിയും. I want to understand why the CBI and the ED take action against opposition politicians but do not take action against the Chief Minister of Kerala or the politicians of Kerala. കൂട്ടരും കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ ഇവിടുത്തെ UDFന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കുമെതിരെ നീങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും കൂട്ടർക്കുമെതിരെ നീങ്ങാൻ അവർ മുന്നോട്ട് വരാത്തത് എന്നുള്ളതും ഈ അവസരത്തിൽ. I've got 36 cases on me. 36 cases. 36 കേസാണ് അദ്ദേഹത്തിനെതിരെ ഇവിടെ രംഗത്തുള്ളത്. 36 കേസാണ്
ഈ രാജ്യത്ത് എനിക്കെതിരെ ഇതിനകം അവരെടുത്തിട്ടുള്ളത്. I have been interrogated by the ED for 55 hours continuously. 55 മണിക്കൂർ ദീർഘമായ സമയം എന്നെ ഇരുത്തി വിചാരണ ചെയ്യാനും ഈ ഇഡി തയ്യാറായിട്ടുണ്ട്. Why has the ED taken no action on the Chief Minister of Kerala and his family? എന്തുകൊണ്ടാണ് ഇഡി മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ അനങ്ങാപ്പാറ നയത്തോടെ ഒരു നടപടിയും എടുക്കാതെ ഇരിക്കുന്നത്? And the reason is that they are working together. കാരണം വളരെ വ്യക്തമാണ്, അവർ ഒന്നിച്ച് ചേർന്നുകൊണ്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം. In fact, in Kerala, it is not the CPM and the BJP. കേരളത്തെ സംബന്ധിച്ച് പ്രശ്നം CPI BJP എന്നതല്ല, It is the CJP. അത് CJP എന്നുള്ളതാണ്. അവർ കൂട്ടുചേർന്നുകൊണ്ടുള്ള പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള Everybody knows that they are partners. അവർക്ക് എല്ലാവർക്കും അറിയാം അവർ ഘടകകക്ഷികളെ പോലെയാണ്. And everybody knows that they are working together in Kerala to defeat the UDF. അവരെല്ലാവരും പരസ്പരം സഹകരിച്ച് അവർ രണ്ടു കൂട്ടരും UDF-നെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി കൈകോർത്ത് പിടിച്ചു എന്ന കാര്യവും എല്ലാവർക്കും അറിവുള്ളതാണ്. I also want to ask my friends, workers in the left front, a question. LDF ഇടതുപക്ഷത്തുള്ള പ്രവർത്തകരോട് അതുപോലെ അവരോട് ഞാൻ തീർച്ചയായും ഒരു ചോദ്യം അവരുടെ മുമ്പാകെ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു. You call yourself a communist government. നിങ്ങൾ നിങ്ങളുടെ ഗവൺമെന്റിനെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്നാണ് വിളിക്കുന്നത്. Please tell me what is communist about your government in Kerala today? ഈ കേരളത്തിലെ ഗവൺമെന്റിന് എന്ത് കമ്മ്യൂണിസ്റ്റ് സ്വഭാവമാണുള്ളത് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. This is the most corporatist government that Kerala has ever seen. ഇത് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും ഏറ്റവും മുതലാളിത്തപരവുമായിട്ടുള്ള ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. It is against the interests of the workers. It is against the interests of small business. It is against the interests of the farmers. And it is for the interest of the biggest businessmen. ഇത് വലിയ വലിയ വൻ കുത്തകകളെ പ്രോത്സാഹിപ്പിക്കുകയല്ലാതെ ഈ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധമാണ്, കർഷക വിരുദ്ധമാണ്, ചെറുകിട കർഷകർക്കെതിരാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു താല്പര്യവും സംരക്ഷിക്കാതെ ഏതാനും കുത്തകകളെ മാത്രമാണ് അവർ വളർത്തുന്നത്. In fact, I have a suggestion for them. ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് അവരുടെ മുമ്പാകെ ഒരു നിർദ്ദേശം വെക്കാനുണ്ട്. Your name is Communist Party of India. നിങ്ങളുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ്. Change it to Corporatist Party of India. കോംപ്രിഹെൻസ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് നിങ്ങളുടെ പേര് മാറ്റാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ്. At least stand for what you say you are. പറയുന്നതിന് വേണ്ടി പുറത്തു വന്ന് ആ നിലപാട് വ്യക്തമാക്കി പ്രവർത്തനത്തിൽ മുന്നോട്ടിറങ്ങി ആ വാക്ക് പോലെ പ്രവൃത്തിയിലും നിലകൊള്ളാനെങ്കിലും നിങ്ങൾ തയ്യാറാകണം. You can ask their workers this question, and I guarantee you at least 50% will say, you know what Rahul Gandhi has said is true. We are no longer the Communist Party of Kerala, we are the Corporate Party of Kerala. ഞങ്ങൾ ഈ ചോദ്യം നിങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലെ പ്രവർത്തകരോട് ചോദിച്ചാൽ അവരിൽ 50% പേരെങ്കിലും സമ്മതിക്കും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണ് എന്ന്. അവരിൽ 50% പേരും സമ്മതിക്കുക മാത്രമല്ല അവരുടെ പാർട്ടി അവരുടെ ആദർശത്തെ ഉൾക്കൊള്ളുന്നില്ല എന്ന് പരസ്യമായി സമ്മതിക്കും. The other question I would like to ask is one of the holiest places in Kerala, the Sabrimala temple. Gold was stolen from the Sabrimala temple. ഈ കേരളത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ശബരിമല. അവിടുത്തെ സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നതും വളരെ വ്യക്തമാണ്. Multiple leaders of the CPM were jailed. എത്രയോ CPM-ന്റെ നേതാക്കന്മാർ ജയിലിൽ അടക്കപ്പെട്ടു ഇതിന്റെ പേരിൽ. And the investigation was stopped from reaching the top. വളരെ മുകളിൽ നിന്ന് തന്നെ ആജ്ഞ നൽകിക്കൊണ്ട് ഓർഡർ ഇറക്കിക്കൊണ്ട് അവർക്ക് നേരെയുള്ള സകല അന്വേഷണവും സ്തംഭിപ്പിക്കുകയും മരവിപ്പിക്കുകയും ചെയ്തു. Don't worry, we will take strict action against the people who have dishonored Sabrimala. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ടതില്ല. അവിടുത്തെ സ്വർണം കട്ടവർക്കെതിരെ ശക്തമായ നിലപാട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം നാം എടുക്കുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. I was just speaking to the leaders who took part in the yatra. യാത്രയിൽ പങ്കെടുത്ത നേതാക്കളോട്
ഞാൻ അല്പം മുമ്പ് സംസാരിക്കുകയായിരുന്നു. And I said it is a listening yatra. It was a yatra that listened to people. ജനങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു യാത്രയാണത് എന്ന് അവർ എന്നോട് പറഞ്ഞു. And everybody understands that the LDF government has created a massive unemployment problem in Kerala. കേരളത്തെ സംബന്ധിച്ച് വളരെ വിപുലമായിട്ടുള്ള വ്യാപകമായ തൊഴിലില്ലായ്മ ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചു എന്നുള്ളതും വളരെ വ്യക്തമാണ്. Modi has destroyed the employment system in India, and CPM has destroyed the employment system in Kerala. മോദി ഇന്ത്യയുടെ തൊഴിൽ മേഖല തകർത്തു, തൊഴിലില്ലായ്മ രൂക്ഷമാക്കി. CPM കേരളത്തിന്റെ തൊഴിൽ മേഖല തകർത്തു, ഇവിടെ തൊഴിലില്ലായ്മ വ്യാപകമാക്കി. And we are going to take full action on reigniting employment in Kerala. നാം ഈ കാര്യത്തിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി കർക്കശമായ കൃത്യമായ പ്രവർത്തനങ്ങളും നടപടികളും എടുക്കുമെന്ന് We will support small and medium businesses and once again bring employment back to Kerala. നാം വീണ്ടും ചെറുപ്പക്കാരെ സാങ്കേതിക രംഗത്ത് പുതിയ ഉണർവ് ഉണ്ടാക്കിക്കൊണ്ട് പുതിയ തൊഴിലുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് യുവാക്കൾക്ക് വിപുലമായി തൊഴിൽദാന പദ്ധതികൾ നാം ആവിഷ്കരിക്കും. We do not like the fact that millions of people from Kerala are forced to go abroad for employment. ഈ കേരളത്തിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് മില്യൺ കണക്കിന് ചെറുപ്പക്കാർ വിദേശത്ത് പോയി തൊഴിലെടുക്കാൻ നിർബന്ധിതരാകുന്നത് എന്ന കാര്യം നാം ഇപ്പോഴും ആലോചിക്കുന്നു. In addition to that, we are going to provide some basic protections to the people of Kerala. അതുമാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് ചില അടിസ്ഥാനപരമായ സുരക്ഷാ നടപടികൾ അനിവാര്യമാണ്. That will be like a protective cover for the people of Kerala. Protective cover. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സുരക്ഷാ വലയം എല്ലാ അർത്ഥത്തിലും ജീവിത രംഗത്ത് പണിതു കൊടുക്കേണ്ടതുണ്ട്. So we have 5 guarantees which we are proposing for the people of Kerala. 5 ഗ്യാരണ്ടികളാണ്, 5 ഉറപ്പുകളാണ്, പഞ്ചവ്യവസ്ഥകളാണ് ഈ രംഗത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ളത്. So the first guarantee is a free bus travel for all women in KSRTC buses. ആദ്യത്തെ ഗ്യാരണ്ടി കേരളത്തിലെ KSRTC വാഹനങ്ങളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം തീർത്തും സൗജന്യമായ നിരക്കിൽ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. 1,000 rupees a month financial assistance to college going girl students. മാസാന്തം 1000 രൂപ കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് പ്രത്യേകമായിട്ട് നൽകാൻ തയ്യാറാവുക എന്നുള്ളതാണ്. Welfare pensions increased to 3,000 rupees a month. ക്ഷേമ പെൻഷൻ മാസാന്തം 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. The Congress government in Rajasthan came up with a fantastic health insurance scheme. രാജസ്ഥാനിലെ ഗവൺമെന്റ് വളരെ സമഗ്രമായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. It was praised all over the world. അത് ലോകത്ത് മുഴുവനും പ്രശംസിക്കപ്പെട്ടു. And one of our greatest leaders was Omen Chandy ji. നമ്മുടെ മഹാന്മാരായ നേതാക്കളിൽ പെടുന്ന വ്യക്തിത്വമാണ് ശ്രീ ഉമ്മൻ ചാണ്ടി ജി. So we are going to name the new health insurance scheme for Kerala after Omen Chandy ji. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.